ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് അവൽ കൂടി. അപ്പോൾ ഏത് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ വെള്ള അവലാണെന്നുണ്ടെങ്കിൽ വെള്ള അവലെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള അവലുണ്ടല്ലോ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ അവലെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവലിന് ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഇതുപോലെ ഒന്ന് നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നത്. നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയേക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്നാക്കിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഏകദേശം ഇതിപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ അവലിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇനി കയ്യിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ വറുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 2 നേന്ത്രപ്പഴം കൂടി. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൽ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൽ മാത്രമേ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സാധാരണ ചെറുപഴമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 50 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 ഗ്രാം ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. അപ്പോൾ ആ ശർക്കര പാനി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂട് ശർക്കര പാനിയാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ വെള്ള ശർക്കരയാണ്, അതിൻ്റെ പേരിൽ അധികം കളറുണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി കൂടി കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശർക്കര പാനിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ പഴം എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇതുപോലെ നല്ലതുപോലെ 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ആപ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാര്യം ഒഴിവാക്കാതെ തന്നെ തയ്യാറാക്കി നോക്കണമെങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കൂടെ തന്നെ ഒരല്പം മാത്രം ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയോ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ആപ്പിൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഒരുപാട് സമയത്ത് വൈകിട്ടാണെന്ന് നിൽക്കരുതെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിലല്ല നമുക്കിത് കിട്ടേണ്ടത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ആപ്പിളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരേ ഒരു ആപ്പിൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് ഇനി ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും കൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇപ്പോൾ ചൂടാണ്. ചെറിയ രീതിയിലൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ബാറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ വേണ്ടതാണ് അരിപ്പൊടിയും കൂടി. പച്ചരിപ്പൊടി വറുത്തെടുത്തതാണ്, നമ്മൾ സാധാരണ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അത് തന്നെയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഒരു സമമായിട്ട് വേണം മൈദാമാവും പച്ചരിപ്പൊടിയും എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. ഇതുപോലെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിംഗ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ റോൾ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാനിത് ഇപ്പോഴും ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു രീതിയിലല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടി കുട്ടി ബോളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഷേപ്പുള്ള കട്ടർ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെറിയൊരു നമ്മൾ സാധാരണ ചെയ്തെടുക്കില്ലേ ഇതുപോലത്തെ ഓരോ റോളായിട്ട്, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഓരോ ഫില്ലിങ്ങും ഇതുപോലെ ഒന്ന് മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണമെന്നോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ള ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ലൈറ്റായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മാത്രം മതിയാവും നമുക്ക്. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ. അതിന് ശേഷം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൈദാമാവും അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ പച്ചരിപ്പൊടി ആയതിൻ്റെ പേരിൽ നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം വീണ്ടും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരല്പം പോലെ എണ്ണയൊന്നും പിടിക്കാതെയാണ് നമുക്കിത് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴം മിക്കവാറും നമ്മുടെ വീട്ടിലെല്ലാം വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ആപ്പിൾ മാത്രമാണ് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വാങ്ങുന്നത്. പക്ഷേ നമ്മൾ ആപ്പിൾ വാങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ആപ്പിൾ മതിയാകും. ഒറ്റ ആപ്പിൾ വെച്ചിട്ട് ഇതുപോലെ ഒരു 4 മണി പലഹാരം സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യേണ്ട. നമ്മളതെല്ലാം നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കി എടുത്തല്ലോ, അത് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോളാക്കി അങ്ങനെയും കഴിക്കാവുന്നേ ഉള്ളൂ. അത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.